കേരള PSC അടുത്തിടെ ചോദിച്ച ബയോളജിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജുവനൈൽ ഡയബറ്റിസ് എന്നറിയപ്പെടുന്നു, ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു, ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നു, ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ഫസ്റ്റ് പ്രസ്താവനയിൽ ജുവനൈൽ ഡയബറ്റിസ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് 1 പ്രമേഹമാണ്. അത് കുട്ടികളിലാണ് വരുന്നത്, അതുകൊണ്ടാണ് അതിനെ ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ ആൻസർ അല്ല, എയും ബിയും അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യും. ജീവിതശൈലി രോഗമായിട്ട് കരുതപ്പെടുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. അതായത് അമിതവണ്ണമുള്ളവരിലാണ് അധികവും ടൈപ്പ് 2 പ്രമേഹം കാണപ്പെടുന്നത്. ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നു, അത് തെറ്റായ പ്രസ്താവനയാണ്. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു, അത് ശരിയായ പ്രസ്താവനയാണ്. സോ ആൻസർ 2, 4 എന്നിവ ശരിയാണ്. ടൈപ്പ് 2 പ്രമേഹം ജീവിതശൈലി രോഗമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹമാണ്. ടൈപ്പ് 1 കുട്ടികളിലാണ് വരുന്നത്, ടൈപ്പ് 2 ആണ് മുതിർന്നവരിൽ വരുന്നത്. ടൈപ്പ് 2 ആണ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാണ്. ടൈപ്പ് 1ൽ ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല, ഓട്ടോ ഇമ്മ്യൂണൽ രോഗമാണിത്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹത്തിൽ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശരീരത്തിന് സാധിക്കുന്നില്ല. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷൻ ആർദ്രമാണ്. ആർദ്രം എന്ന് പറയുകയാണെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഔട്ട് പേഷ്യൻ്റ് സൗകര്യമെല്ലാം മികച്ചതാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്കീമാണ് ആർദ്രം പദ്ധതി. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അമൃതം ആരോഗ്യത്തിന് കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയല്ല. അപ്പോൾ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇനി വരുന്നത് നയനാമൃതമാണ്. നയനാമൃതം എന്ന് പറയുകയാണെങ്കിൽ നേത്ര രോഗങ്ങൾ, അതിപ്പം ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നേത്ര രോഗങ്ങൾ വരും. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് നയനാമൃതം. പാദസ്പർശം തന്നെ ഡയബറ്റിക്സ് രോഗികളിലൊക്കെ നമുക്കറിയാം, അവരുടെ പാദത്തിന് കാല് മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പാദസ്പർശം. നാലാമത്തേത് സിറസ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം, കാരണം നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തതാണ്. ഇതിൻ്റെ ആൻസർ 1, 3, 4 എന്നിവ ശരിയാണ്. ആർദ്രം തെറ്റാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2 and 4. സിറസ് എന്നാൽ സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. സിറസ്ന്ന് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനായിട്ട് വരുമ്പം ഇനി മേ ബി അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കാം. ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള, ദിസ് പബ്ലിക് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഈസ് ഡിസൈൻഡ് ടു tackle the rising cases of strokes by providing timely, high-quality stroke care and management at government hospitals. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിൽ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. സസ്യപ്ലവക ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പുഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. ഓപ്ഷൻ സി ആണ് ആൻസർ. എ, സി, ഇ, ബി, ഡി. ആദ്യം സസ്യപ്ലവക ഘട്ടമാണ്, അതിനുശേഷം മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, പിന്നീട് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, അതിനുശേഷം പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, ലാസ്റ്റ് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. ഓപ്ഷൻ സി ആണ് ആൻസർ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. ഈ 2 പ്രസ്താവനകളുമാണ് ശരി. 1, 2 എന്നിവ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി, 2, 3 എന്നിവ ശരിയാണ്. ശ്വസന വ്യാപ്തം എന്നാൽ 500 ml ആണ്.
അതുപോലെ തന്നെ ശിഷ്ടവ്യാപ്തം എന്നാൽ 1100 മുതൽ 1200 മില്ലി ലിറ്റർ ആണ്. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 ടു 3000 മില്ലി ലിറ്റർ. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 ടു 1100 മില്ലി ലിറ്റർ. അപ്പം നമ്മുടെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം പരസ്പരം ക്രോസ് ചെയ്തു മാറിപ്പോയി. ഇതുപോലത്തെ വളരെ പ്രിസൈസ് ആൻഡ് ക്യാപ്സ്യൂൾ ഫോമിലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന എക്സാംസിനെല്ലാം വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. സിലബസിലെ ഒരു പാർട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. SCERTയിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വിൽപ്പനക്കാരനും മാർക്കറ്റ് വാങ്ങുന്നവരും വിൽപ്പനക്കാരും അടുത്ത ബന്ധം വാങ്ങുന്നവർ സ്ഥാപിക്കുന്ന ഇടത്തെ വിപണി അഥവാ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി കമ്പോളം അഥവാ മാർക്കറ്റ് എന്ന് പറയാം. സാധനങ്ങളും എന്താണ് ഉപഭോഗം, എന്താണ് ഉപഭോക്താവ്? ഉപഭോഗം എന്ന് പറഞ്ഞാൽ വില കൊടുത്തോ മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളെ അഥവാ ഉപഭോഗം എന്ന് പറയുന്നത്. ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് വിളിക്കുന്നത്. ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: സാധനങ്ങളുടെ വില, ജനസംഖ്യയുടെ വലുപ്പവും ഘടനയും, സർക്കാർ നയങ്ങൾ, നികുതി, സബ്സിഡി, പരസ്യം, വിപണന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവണതകൾ. ഉപഭോക്തൃ സംതൃപ്തി അഥവാ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെയാണ് ഒരു ഉപഭോക്താവിന് സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നത്. ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം. സംതൃപ്തി എന്നത് വ്യക്തിഗതവും ഓരോരുത്തരുടെയും മാനസികാവസ്ഥയെ ആശ്രയിച്ചും ഇരിക്കുന്നതിനാൽ ഇത് ഗണിതപരമായി അളക്കുക പ്രയാസകരമാണ്. എന്നാൽ സംതൃപ്തിയിൽ ഉണ്ടാകുന്ന ഗതിവിഗതികളെ അറിയാമെങ്കിൽ അത് നമുക്ക് തിട്ടപ്പെടുത്താവുന്നതാണ്. ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഇദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തിയെ സാധന സേവനങ്ങളുടെ ഉപയുക്തതയായി കണക്കാക്കാം. എന്താണ് ഉപയുക്തത? ഉപയുക്തത എന്നാൽ യൂട്ടിലിറ്റി. ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയെ സംയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്നു. സംയുക്തതയെ നമുക്ക് യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ച് പറയാം. സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്തുവാൻ കഴിയുമെന്ന് കാർഡിനൽ ഉപയുക്തതാവാദത്തിൽ, അതായത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നു. ഉപയുക്തതയെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം: മൊത്തം ഉപയുക്തത, ടോട്ടൽ യൂട്ടിലിറ്റി; സീമാന്ത ഉപയുക്തത, മാർജിനൽ യൂട്ടിലിറ്റി. മൊത്തം ഉപയുക്തത എന്നാൽ ഉപയുക്തതയുടെ ഒരു വസ്തുവിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ ആകെ തുക. സീമാന്ത ഉപയുക്തത ഒരു വസ്തുവിന്റെ ഒരു അധിക യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റം. 1 അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ മൊത്തം യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം ഉപയുക്തത ഒരു ഘട്ടം വരെ കൂടുകയും തുടർന്ന് മാറ്റമില്ലാതെ വന്ന് പിന്നീട് കുറയുകയും ചെയ്യുന്നു. ഒരു വസ്തുവിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത ഒരു ഘട്ടം വരെ കുറയുകയും തുടർന്ന് 0 അതിനുശേഷം അത് നെഗറ്റീവ് ആവുന്നു. മൊത്തം ഉപയുക്തതയുടെ അളവ് ഉപയോഗിച്ച് വരയ്ക്കുന്ന വക്രം കർവ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് അഥവാ മൊത്തം ഉപയുക്തത വക്രം. സീമാന്ത ഉപയുക്തതയുടെ അളവ് ഉപയോഗിച്ച് വരയ്ക്കുന്ന വക്രം അഥവാ കർവാണ് സീമാന്ത ഉപയുക്തത വക്രം അഥവാ മാർജിനൽ യൂട്ടിലിറ്റി കർവ്. ഇതിൽ പറയുന്നത് നമ്മുടെ കൺസപ്ഷൻ കൂടിക്കൂടി വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്നു. അതായത് നമുക്ക് ദാഹിക്കുമ്പോൾ 1 ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കുമ്പോൾ കിട്ടുന്ന സംയുക്തത യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ അതൊരു 5-6 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. പിന്നീട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, അത് നെഗറ്റീവിലേക്ക് പോകും. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ അപചയ സീമാന്ത ഉപയുക്തതാ നിയമം.
മറ്റ് വസ്തുക്കളുടെ ഉപഭോഗത്തിൽ മാറ്റമില്ലാതെ ഒരു സാധനത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ തുടർച്ചയായി ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്നത് അപചയ സീമാന്ത ഉപയുക്തതാ നിയമം പറയുന്നു. അതായത് മറ്റ് വസ്തുക്കളിൽ മാറ്റമില്ലാതെ നമ്മൾ തുടർച്ചയായിട്ട് ഒരേ വസ്തു ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്നു. അതായത് സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. കാർഡിനൽ ഉപയുക്തതാ വാദത്തിന്റെ അനുമാനങ്ങളും പരിമിതികളും. അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം, ഉപഭോക്താവിന്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം എന്നീ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപചയ സീമാന്ത സംയുക്തതാ നിയമം പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ റിയൽ സിറ്റുവേഷനിൽ ഒരിക്കലും അങ്ങനെയല്ല. ഒരേ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകളല്ല എല്ലാം. ഉപഭോക്താക്കളുടെ വരുമാനത്തിലും വ്യത്യാസം വരുന്നുണ്ട്, അഭിരുചിയിലും വ്യത്യാസം വരുന്നുണ്ട്. ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം, മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം, യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലും ഉള്ളതായിരിക്കണം എന്നിവ അപചയ സീമാന്ത സംയുക്തതാ നിയമത്തിന്റെ പരിമിതികളാണ്. ഉപയുക്തതയും ഉപയോഗ്യതയും. യൂട്ടിലിറ്റി ആൻഡ് യൂസ്ഫുൾനെസ്. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധന സേവനങ്ങൾക്കും ഉപയുക്തതയുണ്ട്. എന്നാൽ അവയെല്ലാം ഉപയോഗപ്രദമാവണമെന്നില്ല. ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഉപയുക്തത ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാം സിഗരറ്റ് എന്നത് ഉപയോഗപ്രദമല്ലാത്ത ഒരു വസ്തുവാണ്. മാത്രവുമല്ല അതിൻ്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഉപയുക്തതയിൽ നൈതികതയ്ക്ക് പ്രസക്തിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഫ്രീ ഗുഡ്സ്, ഇക്കണോമിക് ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഫ്രീ ഗുഡ്സിൽ വരുന്നത് സൂര്യപ്രകാശം, വായു, ജലം. ഇക്കണോമിക് ഗുഡ്സിൽ വസ്ത്രങ്ങൾ, ധാതുക്കൾ. കൺസ്യൂമർ ഗുഡ്സിൽ ഭക്ഷണം, വാഹനം. ക്യാപിറ്റൽ ഗുഡ്സ്, അതിൽ ഉപകരണങ്ങൾ, ഫാക്ടറികൾ എന്നിവ വരുന്നു. ഡ്യൂറബിൾ ഗുഡ്സ്, വീട്, മേശ എന്നിവ. നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, പാല്, പച്ചക്കറി എന്നിവ. മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു ഉപഭോക്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, ഉപയോഗിക്കാൻ കഴിയുന്ന കാലാവധി, വില, അളവും തൂക്കവും, സുരക്ഷാ മാനദണ്ഡങ്ങൾ, വാറന്റി. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. ഭരണഘടനയുടെ 101-ാം ഭേദഗതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നു. പലതരത്തിലുള്ള നികുതികൾ ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ സുതാര്യമാക്കുക എന്നതായിരുന്നു GSTയുടെ ലക്ഷ്യം. GSTയിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെ പല നിരക്കുകളുണ്ട്. GSTയിൽ നിന്ന് പല ഉൽപ്പന്നങ്ങളും ഒഴിവാക്കിയിട്ടുമുണ്ട്. GSTയുടെ ഘടന താഴെ പറയുന്ന പ്രകാരമാണ്. നാം നൽകുന്ന GSTയുടെ 50% സംസ്ഥാന സർക്കാരിനും 50% കേന്ദ്ര സർക്കാരിനും എന്ന നിലയിലാണ് വിഭജിക്കപ്പെടുന്നത്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള, വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. GST രജിസ്ട്രേഷൻ നടത്തേണ്ടത് 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളാണ്. പുതിയ GST അമെൻമെന്റിൽ 12%, 18% ഒഴിവാക്കിയിട്ടുണ്ട്. PSC ചോദിക്കുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും SCERT ബേസ്ഡ് ആണ്. ചില PYQകളും അത് ഏത് SCERT പാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളതും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ചർവണകം ആഹാരവസ്തുക്കളെ കടിച്ചു മുറിക്കാൻ, ചർവണകം ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന 1: ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു. പ്രസ്താവന 2: ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയെല്ലിൻ കൂട് താഴുന്നു. പ്രസ്താവന 3: ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു.
താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അഥവാ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തന്നെ ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സ്വയം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ആഹാരം കഴിച്ച ശേഷം വായ വൃത്തിയായി കഴുകിയില്ലെങ്കിൽ ആഹാര അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഈ ആഹാര അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുകയും തൽഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ വീര്യം കുറഞ്ഞ ആസിഡാണെങ്കിലും ദീർഘകാലം ഇനാമലുമായി പ്രവർത്തിക്കുന്നതിലൂടെ ഈ ലാക്റ്റിക് ആസിഡ് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ: ആഹാരം സ്വീകരിക്കൽ, ദഹനം, ആഗിരണം, സാംശീകരണം, മലവിസർജനം. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന പേശി നിർമ്മിതമായ കുഴലാണ് അന്നനാളം. അന്നനാള ഭിത്തിയിലൂടെ തരംഗരൂപത്തിലുള്ള ചലനം കാരണം ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനത്തെ പെരിസ്റ്റാൾസിസ് എന്നാണ് വിളിക്കുന്നത്. ദഹനത്തിൻ്റെ രണ്ടാം ഘട്ടം നടക്കുന്നത് ആമാശയത്തിലാണ്. ഇവിടെ വെച്ച് ഭാഗികമായി ദഹനം നടക്കുന്നു. ആഹാരം ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ ആമാശയത്തിൽ നിലനിൽക്കുന്നു. ആമാശയ ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ ഭിത്തിയിലുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സഹായിക്കുന്നു. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം ഏകദേശം 5 മുതൽ 6 മീറ്റർ വരെയാണ്. പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം പൂർത്തിയാക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മമായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഉളിപ്പല്ല് മുൻവശത്ത് മുകളിലും താഴെയുമായി 4 വീതം ആകെ 8 എണ്ണമാണ് ആഹാരവസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ല് 8 എണ്ണം കടിച്ചു മുറിക്കാൻ. കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശത്തുമായിട്ട് മുകളിലും താഴെയായിട്ട് 2 എണ്ണം വീതം ആകെ 4 എണ്ണം ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ. കോമ്പല്ല് 4 എണ്ണമാണ് ആകെയുള്ളത് കടിച്ചു കീറാൻ. അഗ്രചർവണകം കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലുമായി മുകളിലും താഴെ 4 വീതം ആകെ 8 എണ്ണം ആഹാരവസ്തുക്കളെ ചവച്ചരയ്ക്കാൻ. അഗ്രചർവണകം ആകെ 8 എണ്ണം ചവച്ചരയ്ക്കാൻ. ചർവണകം ചർവണകത്തിന് പിന്നിലായിട്ട് മുകളിലും താഴെയായിട്ടും 6 എണ്ണം വീതം ആകെ 12 എണ്ണമാണ് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. സോ അഗ്രചർവണകവും ചർവണകവും ആഹാരവസ്തുക്കളെ ചവച്ചരയ്ക്കാനാണ്. അഗ്രചർവണകത്തിൽ 8 എണ്ണമാണ് ആകെയുള്ളത്, ചർവണകത്തിൽ 12 എണ്ണവും. ഉളിപ്പല്ല് 8 എണ്ണം അത് കടിച്ചു മുറിക്കാനാണ്. കോമ്പല്ല് 4 എണ്ണം അത് കടിച്ചു കീറാനാണ്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും താഴേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. വായുവിൻ്റെ സഞ്ചാരം അന്തരീക്ഷവായു ഉള്ളിലേക്ക് കടക്കുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു അഥവാ മുകളിലോട്ട് ഉയരുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു. വായു പുറത്തേക്ക് പോകുന്നു. വായു ശ്വസന വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ക്രമം: ആദ്യം നാസാദ്വാരം, അതിനുശേഷം ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായുഅറ. നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായുഅറ. ഉത്പതനം: ചില ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറുന്നുണ്ട്. ഈ പ്രക്രിയയാണ് ഉത്പതനം. ഇത്തരം വസ്തുക്കളെ തണുപ്പിച്ചാൽ വാതകത്തിൽ നിന്ന് നേരിട്ട് ഖരമായി മാറുകയും ചെയ്യുന്നു. ഇതിനുള്ള ഉദാഹരണമാണ് കർപ്പൂരം, നാഫ്തലീൻ, അയഡിൻ, അമോണിയം ക്ലോറൈഡ്. ഉത്പതനത്തിന് ഉദാഹരണങ്ങളാണ് കർപ്പൂരം, അയഡിൻ, നാഫ്തലീൻ, അമോണിയം ക്ലോറൈഡ്. ഇനി നമുക്ക് തിരിച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട്: ആഹാര സ്വീകരണം,
ദഹനം, ആഗിരണം, സ്വാംശീകരണം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ് ശരി. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. പുളിപ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ച് മുറിക്കാനാണ്. ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാനാണ്. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. ഡയഫ്രം ചുരുങ്ങി, വളവ് അല്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു, ഔരാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത്. ഭക്ഷണത്തിൽ ചെറിയ തന്മാത്രകളായി മാറ്റുന്നു. അത് ദഹനവ്യവസ്ഥയുടെ ഒരു പ്രവർത്തനമാണ്. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പോഷകങ്ങൾ എത്തുന്നത്. അതും ഒരു പ്രവർത്തനമാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. അതെ, അതും പ്രവർത്തനമാണ്. എന്നാൽ ശരീര താപനില നിയന്ത്രിക്കുന്നു എന്നത് പ്രവർത്തനമല്ല. അപ്പോൾ നമ്മുടെ ശരിയായ ആൻസർ, അതായത് മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ശരീര താപനില നിയന്ത്രിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതാണ്? ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. അത് ശരിയായ ആൻസർ ആണ്. വില്ലസുകൾ കാണപ്പെടുന്നത് ചെറുകുടലിലാണ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗവും ചെറുകുടലാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. 2026 മെയ് 4-നായിരുന്നു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ റിസൾട്ട് വന്നത്. 1964 മെയ് 31-ന് എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് വി.ഡി. സതീശൻ ജനിച്ചത്. 1964 മെയ് 31-ന് എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും നിയമത്തിൽ മാസ്റ്റർ ബിരുദവുമാണ് ഇദ്ദേഹത്തിനുള്ളത്. 2001 മുതൽ തുടർച്ചയായി 6 തവണ പറവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി. ആദ്യമായിട്ട് ഇദ്ദേഹം നിയമസഭാ അംഗമായത് 2001-ലാണ്. 2021 മുതൽ 26 വരെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. 140 അംഗ നിയമസഭയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF-ന് 102 സീറ്റുകൾ നേടി ഭരണത്തിലെത്താൻ സാധിച്ചു. 60 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കേരളത്തിൽ ഒരു മുന്നണിയുടെ പൂർണ്ണ മന്ത്രിസഭ 21 മന്ത്രിമാർ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. മുൻപ് മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 6ാമത്തെ കേരളീയ നേതാവാണ് വി.ഡി. സതീശൻ. 2001-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശന്റെ പ്രധാന എതിരാളി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന KM ദിനകരനാണ്. 7792 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വി.ഡി. സതീശൻ വിജയിച്ചത്. 2026-ലെ വടക്കൻ പറവൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വി.ഡി. സതീശനും LDF സ്ഥാനാർത്ഥി E.T. ടൈസൺ മാസ്റ്ററുമായിരുന്നു. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ നിന്നുമാണ് പിണറായി വിജയൻ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി UDF സ്ഥാനാർത്ഥി ഡോക്ടർ VP അബ്ദുൾ റഷീദ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മലപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയാണ്. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. വി.ഡി. സതീശന് 20,600 വോട്ടിന്റെ ഭൂരിപക്ഷവും പിണറായി വിജയന് 19,247 വോട്ടിന്റെ ഭൂരിപക്ഷവുമാണ് ലഭിച്ചത്. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മണലൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ CPM സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥാണ്. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം വിജയിച്ചത്. 2026 ഏപ്രിൽ 23-നാണ് തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടന്നത്. 234 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി. ഇദ്ദേഹം 2 മണ്ഡലങ്ങളിൽ നിന്നുമാണ് ജനവിധി തേടിയത്. പേരാമ്പൂർ ഇൻ ചെന്നൈ ആൻഡ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്. ഇതിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് അദ്ദേഹം നിലനിർത്തിയില്ല. സി ജോസഫ് വിജയുടെ എതിരാളിയായി പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് R.D. ശേഖറാണ്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്ന് DMK-യുടെ സ്ഥാനാർത്ഥി S. ഇനിയഗോ ഇരുദയരാജും AIDMK-യുടെ സ്ഥാനാർത്ഥി G. രാജശേഖരനും NTK-യുടെ സ്ഥാനാർത്ഥി V. കൃഷ്ണസ്വാമിയുമായിരുന്നു.
2026 ഏപ്രിൽ 23 മുതൽ 29 വരെയാണ് വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ നടന്നത്. 2 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടന്നത്. 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭവാനിപൂർ മണ്ഡലത്തിൽ നിന്നുമാണ് സുവേന്ദു അധികാരി വിജയിച്ചത്. ഇദ്ദേഹമാണ് വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായത്. മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായത്. 294 സീറ്റുകളാണ് വെസ്റ്റ് ബംഗാൾ നിയമസഭയിലുള്ളത്. 2026 ഏപ്രിൽ 9 അസം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. 126 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അസം നിയമസഭയിൽ 5 തവണ അംഗമായ നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസം മുഖ്യമന്ത്രിയായത്. ജലൂക്ബാരി മണ്ഡലത്തിൽ നിന്നുമാണ് ഇദ്ദേഹം MLA ആയത്. 2026 അസം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജലൂക്ബാരി മണ്ഡലത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രധാന എതിരാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ബിദിഷ നിയോഗാണ്. 89,434 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ വിജയിച്ചത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായ N. രംഗസ്വാമി 2026 പ്രതിനിധീകരിച്ച മണ്ഡലം തട്ടാഞ്ചാവാടിയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഓപ്പോണന്റ് ആയിരുന്നത് E. വിനയകമാണ്. 30 ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പുതുച്ചേരി മണ്ഡലത്തിലുള്ളത്. വിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്തെ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ട് 1923 ഒക്ടോബർ 20 അദ്ദേഹം ജനിച്ചത്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തി. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പറായി. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി 1946 പോലീസിന്റെ പിടിയിലായി. VS അച്യുതാനന്ദൻ ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. 1970 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 മുതൽ 2011 വരെ 12ാം കേരള നിയമസഭയിൽ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. 1992 ആദ്യമായി പ്രതിപക്ഷ നേതാവായി. പിന്നീട് 2001 2011 പ്രതിപക്ഷ നേതാവായി. പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവ് 1992 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ. 7 തവണ ഇദ്ദേഹം MLA ആയിട്ടുണ്ട്. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. 4ാമത്തെ കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ. 2023 ഒക്ടോബർ 20 ഇദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞിരുന്നു. 2025 ജൂലൈ 21 വൈകിട്ട് 3:20 തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്ന് അന്തരിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. കേരളത്തിന്റെ 20ാം മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 1923 ഒക്ടോബർ 20 ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയുമാണ് ഇദ്ദേഹം. ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. 1967 വിജയിച്ച് MLA ആയ ഇദ്ദേഹം 7 തവണ കേരളത്തിൽ MLA ആയിട്ടുണ്ട്. 2006 മുതൽ 2011 വരെയുള്ള 12ാം കേരള നിയമസഭയിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 2006 മുതൽ 2011 വരെയുള്ള 12ാം കേരള നിയമസഭയിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. ഇദ്ദേഹം 1992 മുതൽ 96 വരെയും, 2001 മുതൽ 2006 വരെയും, 2011 മുതൽ 2016 വരെയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. മലയാള സിനിമയിലെ നടനും സംവിധായകനുമായിരുന്ന ശ്രീനിവാസൻ 2025 ഡിസംബർ 20 അന്തരിച്ചു. 2025 ഡിസംബർ 20 കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന ഗ്രാമത്തിൽ 1956 ഏപ്രിൽ 6 ശ്രീനിവാസൻ ജനിച്ചത്.
1956 ഏപ്രിൽ 6 ജനിച്ചു. 1956 ഏപ്രിൽ 6 അന്തരിച്ചത് 2025 ഡിസംബർ 20. ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം 1976 പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയാണ്. ശ്രീനിവാസന്റെ ആദ്യത്തെ സിനിമ 1976 പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ 1989 പുറത്തിറങ്ങിയ വടക്ക് നോക്കി യന്ത്രമാണ്. ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം 1976 പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കവും സംവിധാനം ചെയ്ത ആദ്യ ചിത്രം 1989 വടക്കു നോക്കി യന്ത്രവുമാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് 1956 ഏപ്രിൽ 6 ഇദ്ദേഹം ജനിച്ചത്. 1998 സാമൂഹിക പ്രതിപാദ വിഷയങ്ങളിലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിന് ലഭിച്ചു. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത 2 സിനിമകളാണ് വടക്കു നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് 1998. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയത്: മികച്ച ചിത്രം വടക്കു നോക്കി യന്ത്രം 1989, മികച്ച കഥ സന്ദേശം 1991, മികച്ച തിരക്കഥ മഴയെത്തു മുൻപേ 1995, മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള 1998. 4 സിനിമയ്ക്കാണ് ശ്രീനിവാസന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചത്. സംവിധായകന്, കഥയ്ക്ക്, തിരക്കഥയ്ക്ക് എന്നീ 3 മേഖലകളിലായിട്ടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്. മികച്ച ചിത്രം വടക്കു നോക്കി യന്ത്രം 1989, മികച്ച കഥ സന്ദേശം 1991, മികച്ച തിരക്കഥ മഴയെത്തു മുമ്പേ 1995, മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള 1998. 2006 തകരച്ചെണ്ട എന്ന ചിത്രത്തിന് അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. മികച്ച ജനപ്രിയ ചിത്രത്തിന് കഥ പറയുമ്പോൾ 2007 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഫിലിം ഫെയർ അവാർഡുകൾ: സൗത്തിൽ മികച്ച സംവിധായകന് മലയാളം ചിന്താവിഷ്ടയായ ശ്യാമള 1998, ഫിലിം ഫെയർ അവാർഡ് സൗത്ത് മികച്ച ചിത്രം മലയാളം കഥ പറയുമ്പോൾ 2007. 2025 ഏപ്രിൽ 28 അന്തരിച്ച മലയാളത്തിലെ വിഖ്യാതനായ സംവിധായകനാണ് ഷാജി എൻ കരുൺ. 2025 ഏപ്രിൽ 28 ഷാജി എൻ കരുൺ അന്തരിച്ചത്. 2025 ഏപ്രിൽ 28 കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ലഭിച്ചു. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2023 ജെ.സി. ഡാനിയേൽ പുരസ്കാരവും നേടി. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് 1988 പിറവി. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് 1988 പിറവി. 2023 ജെ.സി. ഡാനിയേൽ അവാർഡും 2011 പത്മശ്രീയും ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2011 പത്മശ്രീ, 2023 ജെ.സി. ഡാനിയേൽ പുരസ്കാരവും. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് 1988 പിറവി. പിറവി, സ്വം, വാനപ്രസ്ഥം തുടങ്ങിയവ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടിസ്രാങ്ക്, സോപാനം, നിഷാദ്, ഓള് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ. 40 ചിത്രങ്ങളുടെ ഛായാഗ്രഹകനായിരുന്നു ഷാജി എൻ കരുൺ. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യാ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഖായിൽ 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗ് ജനിച്ചത്. 1932 സെപ്റ്റംബർ 26 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗ് ജനിച്ചത്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. 2024 ഡിസംബർ 26 ഇദ്ദേഹം അന്തരിച്ചത്. 2024 ഡിസംബർ 26. 1932 സെപ്റ്റംബർ 26 ജനിക്കുകയും 2024 ഡിസംബർ 26 അന്തരിക്കുകയും ചെയ്തു.
സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നല്ലാത്ത പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയുമാണ് മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി IMF-ൽ അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. 1982 മുതൽ 1985 വരെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. മൻമോഹൻ സിംഗ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായത് 1982 മുതൽ 1985 വരെയാണ്. പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൻമോഹൻ സിംഗ്. 1991 പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൻമോഹൻ സിംഗ്. 1982 മുതൽ 85 വരെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. 1991 മുതൽ 96 വരെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന കാലയളവ് 1991 മുതൽ 96 വരെ. 2004-നും 2014-നും ഇടയിൽ തുടർച്ചയായി 2 തവണ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA-യെ നയിച്ചു. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ നവ ഉദാരവൽക്കരണത്തിന്റെ പിതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991-ലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ആവിഷ്കർത്താവാണ് ഇദ്ദേഹം. UGC ചെയർമാനായിരുന്നു 1991-ൽ. മൻമോഹൻ സിംഗ് UGC ചെയർമാനായിരുന്ന കാലയളവ് 1991. 1991-ൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാനായി. 1991-ൽ ഇദ്ദേഹം UGC-യുടെയും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ചെയർമാനായിരുന്നു. 1991-ൽ ഇദ്ദേഹം അസമിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മൻമോഹൻ സിംഗ് അസമിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991-ൽ തുടർച്ചയായി 5 തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 2013 വരെ തുടർച്ചയായി 5 തവണയാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1991-ൽ അസമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു. 5 തവണയായിട്ടാണ് തുടർച്ചയായിട്ട് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991 മുതൽ 2013 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. 1998 മുതൽ 2004 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2024-ലാണ് ഇദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങിയത്. 2019 മുതൽ 2024 വരെ രാജസ്ഥാനെ പ്രതിനിധീകരിച്ചായിരുന്നു ഇദ്ദേഹം രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2004 വരെ മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവായിരുന്നു രാജ്യസഭയിൽ. 2019 മുതൽ 2024 വരെ രാജസ്ഥാനെ രാജ്യസഭയിൽ പ്രതിനിധീകരിച്ചു. ഒരിക്കൽ പോലും ലോകസഭാ അംഗമായിട്ടില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് രാജ്യസഭയിലൂടെ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. 1987-ൽ രാജ്യം ഇദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. പത്മവിഭൂഷൺ ലഭിച്ചത് 1987-ൽ. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ് 1993-ലും 94-ലും ലഭിച്ചു. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993-ൽ ലഭിച്ചു. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005-ലും 2010-ലും ഉൾപ്പെട്ടു. ഡോക്ടർ മൻമോഹൻ സിംഗിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് 1987-ലാണ്. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ് 1993-ലും 94-ലും ലഭിച്ചു. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993-ൽ ലഭിച്ചു. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005-ലും 2010-ലും ഉൾപ്പെട്ടു. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരവും ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചിട്ടുണ്ട്. പതിവയ്ക്കൽ പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കൊമ്പുകളിൽ വേരുമുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേരുമുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. നാഗപതിവയ്ക്കൽ കുരുമുളക് പോലെയുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും.
നാഗപതിവയ്ക്കലിന് ഉദാഹരണമാണ് കുരുമുളക്. വായുവിൽ പതിവയ്ക്കൽ: പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. നാഗപതിവയ്ക്കൽ: ബൊഗൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം എന്നിവ വായുവിൽ പതിവയ്ക്കുന്നു. ബൊഗൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവ നാഗപതിവയ്ക്കലിലൂടെയാണ് ഉണ്ടാക്കുന്നത്. വേരുമുളപ്പിക്കൽ: ഇങ്ങനെയും തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയിലൂടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേരുമുളയ്ക്കേണ്ട കാണ്ഡം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. കമ്പൊട്ടിക്കൽ: ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. സസ്യം സങ്കരയിനം വിത്തുകൾ: മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി, കിരൺ. 3 പ്രധാനപ്പെട്ട തെങ്ങ് ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ്. ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നത്. ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തോൺ. നെല്ലിന്റെ ഇനങ്ങൾ പവിത്ര, ഹസ്വ, അന്നപൂർണ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. പാവൽ ഇനം പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ടിഷ്യൂ കൾച്ചർ: അണുവിമുക്ത സാഹചര്യങ്ങളിൽ ടെസ്റ്റ് ട്യൂബിലെ പോഷക മാധ്യമത്തിൽ സസ്യത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തിൽ നിന്ന് പൂർണ്ണ സസ്യങ്ങളെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഈ പ്രക്രിയയെ ടിഷ്യൂ കൾച്ചർ എന്നും സസ്യകോശങ്ങളുടെ ഈ കഴിവിനെ ടോട്ടിപൊട്ടൻസി എന്നും പറയുന്നു. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്ന് അതിന്റെ സവിശേഷതകളുള്ള നൂറുകണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത. ടിഷ്യൂ കൾച്ചറിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ എന്നിവ. സസ്യപോഷകങ്ങൾ: സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. ഇവയെ മാക്രോ ന്യൂട്രിയന്റുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി. ഇത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. വിളകൾക്ക് വളരാനാവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് വളപ്രയോഗം നടത്തുന്നത്. മാക്രോ ന്യൂട്രിയൻസുമുണ്ട്, മൈക്രോ ന്യൂട്രിയൻസുമുണ്ട്. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ മാക്രോ ന്യൂട്രിയൻസും ബോറോൺ, ബേരിയം, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, ക്ലോറിൻ എന്നിവ ചെറിയ അളവിൽ മാത്രം ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസുമാണ്. ലീഫ് കളർ ചാർട്ട്: ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുവാനുള്ള മാർഗമാണിത്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. ഇളം പച്ചനിറം നൈട്രജന്റെ കുറവ് സൂചിപ്പിക്കുന്നു. കടും പച്ചനിറം നൈട്രജന്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിയില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങൾ
സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുന്നു. മസനോബു ഫുക്കുവോക്ക ജൈവ കൃഷി ഗവേഷകനാണ്. ജപ്പാൻകാരനാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് ഇദ്ദേഹം പ്രസ്താവിച്ചു. മനുഷ്യനാണ് കാടുകളും നീരുറവുകളും ഭൂമിയിലെ ഫലഭൂഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശിയടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. സെറികൾച്ചർ സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിന് സെറികൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. പിസികൾച്ചർ പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കടല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങൾക്കായി ഗോൾഡൻ ഫിഷ്, ഗപ്പി മുതലായവയും വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. നാരൻ, കാര എന്നിവ ചെമ്മീൻ ഇനങ്ങളാണ്. എപ്പികൾച്ചർ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെലിഫെറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളാണ് സാധാരണയായി വളർത്തുന്നത്. തേനീച്ച ഇനങ്ങളാണ് കോലൻ, മെലിഫെറ, ഞൊടിയൻ. ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ എന്നിവ പശു ഇനങ്ങളാണ്. മുറ, നീലിരവി, ബദാവരി എന്നിവ എരുമ ഇനങ്ങളും തലശ്ശേരി, ജംനാപ്യാരി, ബോയർ എന്നിവ ആട് ഇനങ്ങളുമാണ്. രാജ്യങ്ങളും കോളനികളും. പോർച്ചുഗലിന്റെ ഏഷ്യയിലെ കോളനിയായിരുന്നു ഗോവ. ആഫ്രിക്കയിലെ കോളനികളായിരുന്നു മൊസാംബിക്, സ്യൂത്ത. അമേരിക്കയിലെ കോളനി ബ്രസീൽ. പോർച്ചുഗലിന്റെ ഏഷ്യയിലെ കോളനി ഗോവ, ആഫ്രിക്കയിലെ കോളനി മൊസാംബിക്, സ്യൂത്ത. അമേരിക്കയിലെ കോളനി ബ്രസീൽ. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഫിലിപ്പീൻസ്. ആഫ്രിക്കയിലെ കോളനി കാനറി ദ്വീപുകൾ. അമേരിക്കയിലെ കോളനികൾ മെക്സിക്കോ, പെറു. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഫിലിപ്പീൻസ്. സ്പെയിനിന്റെ ആഫ്രിക്കയിലെ കോളനി കാനറി ദ്വീപുകൾ. സ്പെയിനിന്റെ അമേരിക്കയിലെ കോളനി മെക്സിക്കോ, പെറു. നെതർലൻഡ്സിന്റെ ഏഷ്യയിലെ കോളനിയായിരുന്നു ഇന്തോനേഷ്യ. ആഫ്രിക്കയിൽ കേപ്പ് കോളനി. അമേരിക്കയിൽ സുരിനാം, ന്യൂ നെതർലാൻഡ്സ്. ഫ്രാൻസിന്റെ ഏഷ്യയിലെ കോളനി പോണ്ടിച്ചേരി. ആഫ്രിക്കയിലെ കോളനി സെനഗൽ. അമേരിക്കയുടെ കോളനി അമേരിക്കയിലെ ഫ്രാൻസിന്റെ കോളനി ക്യൂബെക്. ഇംഗ്ലണ്ടിന്റെ ഏഷ്യയിലെ കോളനി ഇന്ത്യ. ഇംഗ്ലണ്ടിന്റെ ആഫ്രിക്കയിലെ കോളനി നൈജീരിയ, കെനിയ. ഇംഗ്ലണ്ടിന്റെ അമേരിക്കയിലെ കോളനി ഗയാന. അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികൾ. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഗോവയായിരുന്നു. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഫിലിപ്പീൻസ്. നെതർലൻഡ്സിന്റെ ഏഷ്യയിലെ കോളനി ഇന്തോനേഷ്യ. ഫ്രാൻസിന്റെ ഏഷ്യയിലെ കോളനി പോണ്ടിച്ചേരി. ഇംഗ്ലണ്ടിന്റെ ഏഷ്യയിലെ കോളനി ഇന്ത്യ. പോർച്ചുഗലിന്റെ ആഫ്രിക്കയിലെ കോളനി മൊസാംബിക്, സ്യൂത്ത. സ്പെയിനിന്റെ ആഫ്രിക്കയിലെ കോളനി കാനറി ദ്വീപുകൾ. നെതർലാൻഡ്സിന്റെ ആഫ്രിക്കയിലെ കോളനി കേപ്പ് കോളനി. ഫ്രാൻസിന്റെ ആഫ്രിക്കയിലെ കോളനി സെനഗൽ. ഇംഗ്ലണ്ടിന്റെ ആഫ്രിക്കയിലെ കോളനി നൈജീരിയ, കെനിയ. പോർച്ചുഗലിന്റെ അമേരിക്കയിലെ കോളനി ബ്രസീൽ. സ്പെയിനിന്റെ അമേരിക്കയിലെ കോളനി മെക്സിക്കോ, പെറു. നെതർലൻഡ്സിന്റെ അമേരിക്കയിലെ കോളനി സുരിനാം, ന്യൂ നെതർലാൻഡ്സ്. ഫ്രാൻസിന്റെ അമേരിക്കയിലെ കോളനി ക്യൂബെക്. ഇംഗ്ലണ്ടിന്റെ അമേരിക്കയിലെ കോളനി ഗയാന. അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികൾ. ത്രികോണ വ്യാപാരം. അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിലെത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു.
ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം. വ്യക്തികളും പര്യവേക്ഷണങ്ങളും. പെട്രോ അൽവാരസ് കബ്രാൾ, ബ്രസീൽ. ഫെർഡിനാൻഡ് മഗല്ലൻ ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു. ജോൺ കബോട്ട്, ന്യൂ ഫൗണ്ട്ലാൻഡ്. പ്രിൻസ് ഹെൻറി. പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിന്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേക്ഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ ആരംഭിച്ചത് പ്രിൻസ് ഹെൻറിയാണ്. എന്താണ് ബുള്ളിയൻ നാണയം? സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്നറിയപ്പെട്ടു. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിന്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതിനാലാണ് ബുള്ളിയൻ സമ്പ്രദായം. 1992 ജൂൺ 28 ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾക്ക് അറുതി വരുത്തിയ ബാൾക്കൻ യുദ്ധത്തിന്റെ കേന്ദ്രമായി കഴിഞ്ഞിരുന്ന സാരായാവോയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്ററാൻഡ് അപ്രഖ്യാപിതവും അപ്രതീക്ഷിതവുമായ ഒരു ദ്രുത സന്ദേശം നടത്തി. എന്തുകൊണ്ടായിരിക്കാം ഫ്രഞ്ച് പ്രസിഡന്റ് സാരായാവോയിലേക്ക് ആ പ്രത്യേക ദിനം തിരഞ്ഞെടുത്തത്? കാരണം ജൂൺ 28 എന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സാരാവോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു. ജൂൺ 28 ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സാരായോവിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടു. പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും. പാൻ സ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. ബാൾക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. ബാൾക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സെർബിയയാണ്. അതിനെ പിന്തുണച്ചത് റഷ്യയാണ്. ഇതിന്റെ ഉദ്ദേശം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജരെ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കാനായിരുന്നു. സെർബിയ നേതൃത്വം നൽകി, റഷ്യ പിന്തുണച്ചു. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനം. ജർമ്മനിയുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. മധ്യ യൂറോപ്പിലേക്കും ബാൾക്കൻ മേഖലകളിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സൈനിക സഖ്യങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഉയർന്നു വന്ന സൈനിക സഖ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. വെയ്സായ് ഉടമ്പടി. ഒന്നാം ലോക യുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധിയാണ് വെയ്സായ് ഉടമ്പടി. അതിൻ്റെ വ്യവസ്ഥകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിത്തുകൾ പാകിയത്. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കോളനികളുടെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായി വൻതുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ രണ്ടാം ലോക മഹായുദ്ധം വെയ്സായ് ഉടമ്പടിയോടും അതിൻ്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. 2015 പ്രഖ്യാപിച്ച ഈ ലക്ഷ്യങ്ങൾ 2030 നേടിയെടുക്കാനാണ് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഒരു നല്ല ഭാവി എല്ലാവർക്കും കൈവരിക്കുവാനുള്ള മാതൃകയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ: ദാരിദ്ര്യ നിർമ്മാർജ്ജനം,
വിശപ്പില്ലാത്ത അവസ്ഥ, നല്ല ആരോഗ്യവും ക്ഷേമവും, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം, ശുദ്ധമായ വെള്ളവും പൊതുശുചിത്വവും, താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം, മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും, വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, അസമത്വം ലഘൂകരിക്കൽ, സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും, ഉത്തരവാദിത്വ ഉപഭോഗവും ഉൽപാദനവും, കാലാവസ്ഥാ പ്രവർത്തനം, ജലത്തിനടിയിലെ ജീവൻ, കരയിലെ ജീവൻ, സമാധാനം, നീതി, ശക്തമായ നിയമസ്ഥാപനങ്ങൾ, ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള പങ്കാളിത്തം. വിവിധതരം കബളിപ്പിക്കലും അവ പരിഹരിക്കാനായി സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും മാർഗങ്ങളും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ UGC, AICTE, സ്റ്റേറ്റ് ബോർഡ് എന്നിവയുമായി ബന്ധപ്പെടുക. ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കുക. പോലീസിൽ പരാതി നൽകുക. വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെടുക. ആരോഗ്യരംഗത്തെ കബളിപ്പിക്കലുകൾ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവൻസ് പോർട്ടൽ വഴി പരാതി നൽകുക. ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം പരാതിപ്പെടുക. ഗുജറാത്ത് തീരസമതലം, റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശം, കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദമൻ ദിയു, ദാദ്രാനഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. ഗുജറാത്ത് തീരസമതലത്തിൽ ഉൾപ്പെടുന്നത് റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദമൻ ദിയു, ദാദ്രാനഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നതാണ്. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതലം രൂപപ്പെട്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. എന്താണ് അലാങ്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽത്തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. നവശേവ, നവി മുംബൈ, മോർമുഗാവോ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപെ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. കൊങ്കൺ മേഖലയിലാണ് നവശേവ, നവി മുംബൈ, മോർമുഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങൾ. അതുപോലെ തന്നെ മത്സ്യബന്ധന ഹാർബറാണ് മാൽപെ. വീക്ഷണ സ്ഥിരത. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡാണ്. തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിറങ്ങളെ വർഗീകരിക്കാം. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത് ചുവപ്പിനാണ്. ദെൻ ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ്. ചുവപ്പിന് 620 മുതൽ 750 വരെ, വയലറ്റ് 380 to 440. സോ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ്. മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ്. ചുവപ്പ്, പച്ച എന്നീ വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് മഞ്ഞ രൂപപ്പെടുന്നത്. മഞ്ഞ ചുവപ്പും പച്ചയും ചേർന്ന്. ഇതിലെ പൂരകവർണ്ണം നീലയാണ്. മജന്ത, ചുവപ്പ്, നീല എന്നീ വർണ്ണങ്ങൾ ചേർന്നാണ്. ഇതിലെ പൂരകവർണ്ണം പച്ചയാണ്. സയൻ, നീല, പച്ച എന്നീ ഘടകവർണ്ണങ്ങൾ ചേർന്നാണ് രൂപപ്പെടുന്നത്. ഇതിലെ പൂരകവർണ്ണം ചുവപ്പാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉൽപാദനം, വരുമാനം, ചിലവാക്കൽ എന്നിങ്ങനെ അടിസ്ഥാനമാക്കി 3 രീതി അവലംബിക്കാറുണ്ട്. ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്, ചെലവു രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അറ്റ ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP.
ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയും തോറും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നു. അതായത് ഏതൊരു വസ്തുവും ഉപയോഗിക്കും തോറും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെയാണ് തേയ്മാന ചെലവ് അഥവാ ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. അറ്റ ദേശീയ ഉൽപ്പന്നം ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. NNP ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ കോസ്റ്റ്. ഇവിടെ നമ്മൾ ഗ്രോസിൽ നിന്ന് നെറ്റിലേക്കാണ് പോകുന്നത്. ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് പോകുമ്പോൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാം. രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മകൾ നിലനിൽക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ പ്രകടമായ തൊഴിലില്ലായ്മ അഥവാ തൊഴിൽ ചെയ്യുവാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ, ഘടനാപരമായ തൊഴിലില്ലായ്മ അഥവാ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്നത്, കാലിക തൊഴിലില്ലായ്മ അഥവാ പ്രത്യേക സമയത്ത് മാത്രം തൊഴിൽ ലഭ്യമാകുകയും മറ്റു സമയത്ത് തൊഴിലില്ലാതെയാവുകയും ചെയ്യുന്ന അവസ്ഥ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ അഥവാ ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം പേർ പങ്കെടുക്കുന്നത്. പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം പേര് പങ്കെടുക്കുന്നത്. ഘടനാപരമായ തൊഴിലില്ലായ്മ നൂതന സാങ്കേതിക വിദ്യകൾ വന്നതോടെ തൊഴിൽ നഷ്ടമാകുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ ചെങ്കോട്ട നിർമ്മിച്ചത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ ചെങ്കോട്ട നിർമ്മിച്ചത്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അത് നിർമ്മിച്ചത് ഷാജഹാന്റെ ഭരണ കാലഘട്ടത്തിലാണ്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. വിജയനഗരത്തിന്റെ തലസ്ഥാനം ഹംപി. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരെല്ലാമാണെന്ന് നോക്കാം. 1526 മുതൽ 1530 വരെ ബാബർ, 1530 മുതൽ 1540 വരെയും പിന്നീട് 1555 മുതൽ 1556 വരെയും ഹുമയൂൺ, 1556 മുതൽ 1605 വരെ അക്ബർ, 1605 മുതൽ 1627 വരെ ജഹാംഗീർ, 1628 മുതൽ 1658 വരെ ഷാജഹാൻ, 1658 മുതൽ 1707 വരെ ഔറംഗസേബ്. കാലക്രമം ചോദിക്കാം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. 1526 പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് മുഗൾ രാജവംശത്തിന് തുടക്കം വരുന്നത്. പാനിപ്പത്ത് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെ തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസങ്ങളില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തോടെ ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഈ വരികളിലൂടെ അക്ബറിന്റെ ഭരണനയം, പ്രജകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചനക്കുറിപ്പാണിത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു.
ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് അക്ബറാണ്. ഫത്തേപൂർ സിക്രിയിലാണ് 1575. ഇബാദത്ത് ഖാന അക്ബർ. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. അക്ബറിൻ്റെതാണ് ദിൻ ഇലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അക്ബർ നിർമ്മിച്ചതാണ് ഇബാദത്ത് ഖാന. അക്ബറിൻ്റെ ഒരു ദർശനമായിരുന്നു ദിൻ ഇലാഹി. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജാ തോഡർമാൻ, രാജാ മാൻസിംഗ്, രാജാ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുഹി കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായമനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരുന്നു. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാറുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മുഗൾ രാജ്യത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗമായിരുന്നു ഗ്രാമം. ഗ്രാമം, പർഗാന, സർക്കാർ, സൂബ. സൂബയാണ് മുഗൾ ഭരണസൗകര്യത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരും വകുപ്പ് അധ്യക്ഷന്മാരും നിയമിച്ചിരുന്നു. സാമൂഹിക സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിതരീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരമത്രയും വഴിനീളെ
ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബ്ദുൽ ഹസൻ തന്റെ പുസ്തകമായ ഐൻ-ഇ അക്ബറിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐൻ-ഇ അക്ബറി രചിച്ചത് അബുൽ ഫസലാണ്. അബുൽ ഫസൽ രചിച്ചതാണ് ഐൻ-ഇ അക്ബറി. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ ഭരണകാലഘട്ടത്തെ സാങ്കേതിക വിദ്യകളും പുതിയ ഉപകരണങ്ങളും ഉപയോഗം കാർഷിക മേഖലയിൽ പുരോഗതി വരുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തി. അബുൽ ഫസൽ മുഗൾ ഭരണകാലഘട്ടത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അബുൽ ഫസൽ അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു. ഇദ്ദേഹം ഐൻ-ഇ അക്ബറി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത് വിജയനഗര രാജവംശമാണ്. വിജയനഗരം, വിജയത്തിന്റെ നഗരം, ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. സി 1565 ഈ നഗരം നശിപ്പിക്കപ്പെട്ടു. 1565 വരെയാണ് വിജയനഗരം നിലനിന്നിരുന്നത്. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. 1800 കേണൽ മക്കൻസി ആണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആരാണ്? കേണൽ മക്കൻസി. വിജയനഗര രാജാക്കന്മാർ. സംഗമ രാജവംശം ഹരിഹരനും ബുക്കനും. സംഗമ രാജവംശം ഹരിഹരൻ, ബുക്കൻ. സാലുവ വംശം നരസിംഹ സാലുവ. തുളുവ വംശം വീരനരസിംഹൻ കൃഷ്ണദേവരായർ. തുളുവ വംശം വീരനരസിംഹൻ കൃഷ്ണദേവരായർ. അരവിഡു വംശം തിരുമല വെങ്കിട. അരവിഡു വംശം തിരുമല വെങ്കിട. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സി 1336 വിജയനഗരം സ്ഥാപിച്ചത്. വിജയനഗരം സ്ഥാപിതമായത് 1336 ഹരിഹരനും ബുക്കനുമാണ്. അതായത് സംഗമ രാജവംശത്തിലെ രാജാക്കന്മാരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 1336. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1336 വിജയനഗരം സ്ഥാപിച്ചത്. ഏറ്റവും പ്രശസ്തനായ രാജാവ് കൃഷ്ണദേവരായരായിരുന്നു. കൃഷ്ണദേവരായർ തുളുവ വംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുറനെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പണ്ഡിതനായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സ് അലങ്കരിച്ചിരുന്നു. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ, നാടുകൾ അഥവാ ജില്ലകൾ, സ്ഥലം അഥവാ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ, നാടുകൾ അഥവാ ജില്ലകൾ, സ്ഥലം അഥവാ ഉപജില്ലകൾ, പിന്നെ ഗ്രാമങ്ങൾ. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള അധികാരം രാജാവിനായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു.
ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആളായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുവാനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്ന് വിളിച്ചിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടുകിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചനായോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടുകളും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാരും അറബികളുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക കൈവശം വെച്ചിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തി.